ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു സൺഡേ ആയിട്ട് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നല്ല ദൈവത്തിൻ്റെ ചൈതന്യത്തിലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഏതാണ്ട് നോയമ്പൊക്കെ തീരുന്ന ആഴ്ചകളും ദിവസങ്ങളുമാണ്. അപ്പം ഒരുപാട് ഓൾറെഡി നമ്മൾ കുറേ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, കോർണർ പ്രേയേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഒക്കെ നമ്മൾ കൂടുതലും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന കുറേ ആഴ്ചകളൊക്കെയാണ് കടന്നുപോയതും ഇനി വരാനിരിക്കുന്നതും, ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒക്കെ ആയിട്ട്. അപ്പം ഈ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തിനെപ്പറ്റി സംസാരിക്കണമെന്ന് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് പ്രസംഗങ്ങൾ കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രസംഗിക്കുന്ന ഒരാളുണ്ട്, പ്രിസില ഷൈറർ. ഞാൻ പുള്ളിക്കാരുടെ പ്രസംഗം കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ബൈബിളിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഉള്ള ഒരാളുടെ പ്രേയറിനെ പറ്റിയിട്ടായിരുന്നു പുള്ളിക്കാർ പ്രസംഗിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഞാനും കുറേ നാളായിട്ട് ഇതിനെപ്പറ്റി പ്രസംഗിക്കണം, ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കുന്നെങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്നാൽ പിന്നെ അതിനെപ്പറ്റി ആയിക്കോട്ടെ. ഒരു പവർഫുൾ പ്രേയറിൻ്റെ പ്രാധാന്യം, പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഫ്യൂച്ചറിനെ തന്നെ മാറ്റിമറിക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് കാണുന്ന ഒരു പഴയ നിയമ അധ്യായമാണ്. ആളുടെ പേര് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. യാബേസ്. 1 ദിനവൃത്താന്തം 4:10 നമ്മൾ യാബേസിനെ കാണുന്നത്. പൊതുവെ നമ്മൾ ദിനവൃത്താന്തം വായിക്കുന്ന സമയത്ത് 1ാമത്തെ ചാപ്റ്റർ പ്രത്യേകിച്ച് വംശാവലിയും പേരുകളുമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വംശാവലി, യൂദയ വംശാവലിയെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അതിൽ 9ാമത്തെയും 10ാമത്തെയും വേഴ്സ് വരുന്ന സമയത്ത് യാബേസിനെ പറ്റി മാത്രം ഒരു 4 to 5 സെന്റൻസസിൽ യാബേസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് എൻറ്റയർ ബൈബിളിൽ യാബേസിനെ പറ്റി ആകെ അറിയാവുന്നത്. വേറെ എങ്ങും യാബേസിനെ പറ്റി പിന്നെ പരാമർശിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു 4-5 സെന്റൻസസ് യാബേസിനെ പറ്റി പറയുന്നത് തന്നെ ധാരാളമാണ് യാബേസ് എന്ന ആളെ പറ്റി നമുക്ക് അറിയാനും അയാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചതെന്ന് അറിയാനുമായിട്ട്. അപ്പം ഇതിന്റെ മുന്നേ ഞാൻ 1 ദിനവൃത്താന്തം 4:9-10 വായിക്കുന്നതിന് മുന്നേ യാബേസിനെ പറ്റി നമ്മൾക്ക് അധികം കാര്യങ്ങളൊന്നും ബൈബിളിൽ അധികം പരാമർശിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം യാബേസിനെ പറ്റിയിട്ട് അറിയാം. യാബേസ് ജനിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ യാബേസിന്റെ ജീവിതം ഡിസൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. യാബേസിന് നമുക്ക് ആകെ അറിയാവുന്നത് യാബേസിന്റെ സഹോദരന്മാരെക്കാളും വളരെ ഓണർ ഉള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ റെസ്പെക്ട് ഉള്ള ഒരാളായിരുന്നു എന്ന് 1 ലൈനിൽ പറയുന്നുണ്ട്. പിന്നെ യാബേസിനെ പറ്റി പറയുന്നത് യാബേസിന്റെ അമ്മ അവന് യാബേസ് എന്ന് പേരിടാൻ കാരണം തന്നെ വേദനയോടെ പ്രസവിച്ചവൻ അല്ലെങ്കിൽ വേദനയുള്ളവൻ എന്നാണ് ഈ യാബേസ് എന്നുള്ള ഈ പേരിന്റെ അർത്ഥം തന്നെ. പല സമയങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ജനിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപേ തന്നെ നമ്മളുടെ ജീവിതം നമ്മൾക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യപ്പെട്ടിരിക്കുക. യാബേസിന് ജനിച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വരത്തില്ല. കാര്യം യാബേസ് ജനിക്കുന്നതിന് മുന്നേ വേദനയോടെ പ്രസവിച്ചവൻ അല്ലെങ്കിൽ വേദനയുള്ളവൻ എന്നൊരു ലേബൽ, ഒരു ഐഡന്റിറ്റി യാബേസിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ യാബേസ് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രാവശ്യം അവന്റെ പേര് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് പിന്നെയും അതൊരു റിമൈൻഡർ ആയിട്ട് വരുവാണ്, നിന്റെ ജീവിതം വേദന നിറഞ്ഞതായിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുൻപേ തന്നെ നമ്മളുടെ ജീവിതം ഡിസൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളൂ, ഇതിങ്ങനെ ഇനി വരാൻ പോകുന്നുള്ളൂ, ഇതിൽ വലിയ വ്യത്യാസമൊന്നും ഇനി വരാൻ പോകുന്നില്ല. കൂടുതൽ സമയങ്ങളിലും മറ്റുള്ളവർ നമ്മളെ പറ്റി ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മളുടെ ഫാമിലിയുടെ പേര്, ചിലപ്പം ഇപ്പൊ യാബേസിന്റെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ യാബേസിന്റെ പേരാണ് യാബേസിന്റെ ജീവിതം അതൊരു ശാപം പോലെ. അതായത് ഇവന്റെ ജീവിതം മുഴുവൻ വേദന നിറഞ്ഞതായിരിക്കുമെന്ന് ആ പേര് ഓൾറെഡി ഒരു ശാപമായി കിടക്കുന്നത് പോലെ. ഇനിയിപ്പോ യാബേസ് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. കാര്യം ഓൾറെഡി പേര് നിർണയിച്ച് കഴിഞ്ഞിരിക്കുന്ന യാബേസിന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. കാര്യം നമ്മൾ എന്തെങ്കിലും ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഒന്നെങ്കിൽ നമ്മൾ ജനിച്ച നമ്മളുടെ പാസ്റ്റ്, നമ്മൾ ഓൾറെഡി നമ്മളുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്തിരുന്ന സിന്നുകളെ പറ്റിയിട്ടായിരിക്കാം. നമ്മളുടെ പാപങ്ങൾ നമ്മളെ ഓൾറെഡി ഡിസൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവൻ ഇനി ഇങ്ങനെയാണ്, ഇനി ഇവനെ പ്രത്യേകിച്ച് ഇവന്റെ ജീവിതത്തിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, അല്ലെ ഇവളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, അല്ലെ അവർ ആ കുടുംബത്തിൽ ജനിച്ചു, ഇനിയിപ്പം അവരുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഇനി പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യത്തിലൊന്നും പറയാനില്ല. ഇങ്ങനെ പല ലേബലുകളും ഐഡന്റിറ്റിയും കിട്ടിയ ഒരാളാണ് യാബേസ്. പക്ഷെ യാബേസിന്റെ ഒരു 4 ലൈൻ പ്രാർത്ഥനയിൽ ദൈവം യാബേസിന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ ജീവിതം, അവന്റെ ഫ്യൂച്ചർ ബ്ലഡ് ലൈൻ വരെ ലെഗസി
അതായത് അവന്റെ പാസ്റ്റിൽ എന്ത് ലെഗസി നമുക്ക് കൂടുതലായിട്ട് യാബേസിനെ പറ്റി ജീവിതത്തെ പറ്റി അറിയില്ല, എങ്കിലും വേദനയോട് ജനിച്ചവൻ അല്ലെങ്കിൽ വേദന നിറഞ്ഞവൻ എന്നുള്ള ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അവന്റെ പാസ്റ്റ് എങ്ങനെയായിരുന്നു. അവന്റെ ഒരു 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 സ്റ്റെപ്പ് ബൈ പ്രോസസ്സാണ്. അവന്റെ പാസ്റ്റ് അവന് മുന്നിൽ നിൽക്കുന്നു, ഈ പ്രാർത്ഥന നടുക്ക് നിൽക്കുന്നു, പിന്നെ അവന്റെ ഫ്യൂച്ചർ വരുന്നു. അവന്റെ ഫ്യൂച്ചറിനെ മുഴുവൻ അവൻ മാറ്റി എഴുതിയ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ദിനവൃത്താന്തത്തിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പാസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതോ, നമ്മളെപ്പറ്റി ആളുകൾ എന്തൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫ് എങ്ങനെ ഓൾറെഡി ആൾക്കാർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ കുടുംബം, നമ്മളുടെ വീട്ടുപേര്, ഇതൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല. ഇനി നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം നിമിത്തം എങ്ങനെയാണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ബ്ലഡ് ലൈൻ, നമ്മുടെ ലെഗസി ചേഞ്ച് ആവാൻ പോകുന്നതെന്നാണ് യാബേസിന്റെ ഈ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 1 ദിനവൃത്താന്തം 4:10. യാബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എനിക്ക് തോന്നുന്നു ഇത്ര ക്വിക്കായിട്ട് ദൈവം പ്രാർത്ഥന ഉടനെ അപേക്ഷിച്ച അടുത്ത സെന്റൻസിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ബൈബിൾ ഭാഗം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ നിയമത്തില് പിന്നെ നമ്മുടെ യേശുക്രിസ്തുവിന്റെ പരസ്യജീവിത ഭാഗവുമായിട്ടൊക്കെ ദൈവത്തോട് ഡയറക്റ്റായി അഭ്യർത്ഥിച്ച ആളുകൾക്ക് പെട്ടെന്നുള്ള പിന്നെ സൗഖ്യം, പിന്നെ പെട്ടെന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പഴയ നിയമത്തിൽ ഇത്ര സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു എന്ന് എഴുതിയിരിക്കുന്ന വളരെ ചുരുക്കമായിട്ടുള്ള ഭാഗങ്ങളേ ഉള്ളൂ. അതിലൊന്ന് യാബേസിന്റെ ആണ്. അതിനെ ഈ പ്രാർത്ഥനയെ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ആകെ 4 സെന്റൻസേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, പക്ഷെ ആ പ്രാർത്ഥനയുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു അർത്ഥം തന്നെ അതാണല്ലോ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉടനെ അതിന് റിപ്ലൈ തരണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ റിപ്ലൈ നമുക്ക് കിട്ടണം എന്നില്ല. ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. പക്ഷെ യാബേസിന്റെ പ്രാർത്ഥന എടുത്തു നോക്കുവാണെങ്കിൽ ആദ്യത്തെ ലൈൻ പറയുന്നത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്, ഇത് ഇംഗ്ലീഷിലോട്ട് വരുമ്പം ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ. സ്റ്റാർട്ടിങ് തന്നെ ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ പ്രാർത്ഥന കേൾക്കും, നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് എന്ന് നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താ, നമ്മൾ കുറെ കാശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പദവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാറിന്, വീടിന് വേണ്ടി, ഇതാണല്ലോ നമ്മുടെ അനുഗ്രഹം എന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് അയ്യോ, അപ്പൊ യാബേസ് ആദ്യമേ തന്നെ ഒരു ആവശ്യം പറഞ്ഞിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ബ്ലെസ് മീ എന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അർത്ഥവും പഴയ നിയമകാലത്തിൽ ബ്ലെസ് മീ എന്നുള്ള ഒരു റിക്വസ്റ്റിന് ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഏത് പഴയ നിയമ പിന്നെ പ്രാർത്ഥനകൾ പരിശോധിച്ചാലും ബ്ലെസ് മീ എന്ന് പറയുന്നത് എന്നെ സാമ്പത്തികമായി ഭൗതികമായി അനുഗ്രഹിക്കുക എന്നുള്ളതല്ല യാബേസിന്റെ കോണ്ടെക്സ്റ്റിൽ ബ്ലെസ് മീ ഉദ്ദേശിക്കുന്നത്. ബ്ലെസ് മീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ദൈവം എൻ്റെ കൂടെ ഇരിക്കുക, ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇൻ മൈ ലൈഫ്. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, അതിപ്പോ നമ്മൾ പുതിയ നിയമത്തിൽ അതിന് പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരമായിട്ട് നമ്മൾ കാണുമെങ്കിലും പഴയ നിയമകാലത്തിലെ ദൈവത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ആ സൂപ്പർ നാച്ചുറൽ പ്രസൻസ് ഈ പ്രാർത്ഥനാ മുറിയിൽ വരട്ടെ എന്നുള്ളതാണ് ഈ ബ്ലെസ് മീ എന്നുകൊണ്ട് എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. ഈ അനുഗ്രഹം എനിക്ക് തോന്നുന്നു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പ്രസൻസ് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന. കാര്യം ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെന്താ വേണ്ടത്. അപ്പം യാബേസ് തുടങ്ങുന്നത് തന്നെ ഈ യാബേസിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പ്രസൻസ്, ദൈവത്തിന്റെ ഒരു ആക്റ്റീവ് പ്രസൻസ് ആ പ്രാർത്ഥനാ മുറിയിൽ ഈ പ്രാർത്ഥനയുടെ മേൽ, യാബേസിന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് യാബേസിന്റെ പ്രാർത്ഥന തുടങ്ങുന്നത്. ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ. അതുകൊണ്ട് തന്നെ ഒരു ആദ്യമേ തന്നെ യാബേസിന്റെ ഐഡന്റിറ്റിനെ പറ്റി നല്ലപോലെ അറിയാം. വേദന നിറഞ്ഞ ജീവിതം, കഷ്ടത നിറഞ്ഞ ജീവിതം എന്നൊക്കെയാണ് യാബേസിന്റെ ജീവിതം ഓൾറെഡി. അതെല്ലാവരും യാബേസിനെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന കാര്യമാണ്. വേണമെങ്കിൽ യാബേസിനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം പ്രാർത്ഥന. അയ്യോ ദൈവമേ, നിനക്കറിയാമല്ലോ എന്റെ ജീവിതം കഷ്ടത നിറഞ്ഞതാ, വേദന നിറഞ്ഞതാ. അങ്ങനെയല്ല യാബേസ് തുടങ്ങി. യാബേസ് തുടങ്ങുന്നത് ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പ്രസൻസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ആ മുറിയിൽ യാബേസിന്റെ മേൽ ഒരു സൂപ്പർ നാച്ചുറൽ പ്രസൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് യാബേസ് തുടങ്ങുന്നത്. രണ്ടാമത്തെ
രണ്ടാമത്തേത് എൻ്റെ അതിർ വിസ്താരമാക്കുക, ഇംഗ്ലീഷിൽ വരുമ്പം എൻലാർജ് മൈ ടെറിട്ടറി. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ കൂടുതലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ യാബേസിന്റെ പ്രാർത്ഥനയെ ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ നോക്കുന്ന സമയത്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാശ്, കാറ്, പണം, ആ രീതിയിൽ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് കൂടുതലായിട്ടുള്ള ലാൻഡ്, കൂടുതൽ വീട്, സ്ഥലം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇതിനെ പഴയ നിയമ കാലഘട്ടത്തിൽ വെച്ച് ഡൈസെക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ അതിർ വിസ്താരമാക്കി. അതിർ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിനെ എക്സ്റ്റേണൽ അതിറായിട്ട് കൂട്ടാം. എക്സ്റ്റേണൽ ബൗണ്ടറീസ്, അതായത് നമ്മളുടെ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസ് ആവാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭൗതികമായ നന്മകൾ, ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതിർത്തികൾ തന്നെയാണ്. ഇപ്പം അധികം ഭൗതികമായ നന്മയില്ലാത്ത ഒരാൾക്ക് അതിർ വിസ്താരമാക്കുമ്പോൾ അധികം ഭൗതിക നന്മ വരിക എന്നുള്ളത് ഒരു എക്സ്റ്റേണൽ ബൗണ്ടറിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഇതിനെ വേറൊരു രീതിയിൽ കാണാവുന്നത് നമ്മുടെ ഇന്റേണൽ ബൗണ്ടറി. പല സമയങ്ങളിലും പ്രാർത്ഥിക്കാനോ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാനോ തന്നെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ നമ്മൾ തന്നെ ദൈവത്തിന്റെ പോസിബിലിറ്റിയെ ലിമിറ്റ് ചെയ്യുക. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നില്ല, കാര്യം അതെന്തായാലും നടക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ യാബേസ് ചിന്തിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും യാബേസ് പ്രാർത്ഥിക്കത്തില്ല. കാര്യം യാബേസ് ജനിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ യാബേസിന്റെ ജീവിതം ഓൾറെഡി ഡിസൈഡ് ചെയ്യപ്പെട്ടതാ. നിന്റെ ജീവിതം എന്തായാലും കഷ്ടത നിറഞ്ഞതാ, വേദന നിറഞ്ഞതാ. പിന്നെ എന്തിനാ യാബേസ് പോയി പ്രാർത്ഥിക്കുന്നത്? എന്റെ അതിർ വിസ്താരമാക്കി, വ്യസനം എനിക്ക്, ആപത്തുകൾ എനിക്ക് വ്യസന കാരണമാകാം. എന്തുകൊണ്ട് അങ്ങനെ യാബേസ് പ്രാർത്ഥിക്കുന്നു എന്ന് വെച്ചാൽ, യാബേസ് പ്രാർത്ഥിക്കുന്നത് യാബേസിന്റെ ഇന്റേണൽ ടെറിട്ടറി, മനസ്സിന്റെ അതിർത്തികളെ, പ്രാർത്ഥനയുടെ അതിർത്തികളെ ഒന്ന് വിസ്താരമാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സ് തുറന്ന് ദൈവത്തോട് ബോൾഡായിട്ട് ബോൾഡ് ഇൻ ദ സെൻസ്, എനിക്ക് നാളെ ഒരു 10 ലക്ഷം രൂപ തരിക എന്നുള്ള ബോൾഡ്നെസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ദൈവത്തിന്റെ പവറിൽ വിശ്വസിക്കുന്നു. നമ്മളുടെ തന്നെ ഇന്റേണൽ ലിമിറ്റേഷൻസിന്റെ അതിർത്തിക്ക് ഒരു വിസ്താരം വരുത്തുക. എനിക്ക് ദൈവത്തോട് എനിക്ക് എത്രമാത്രം ഞാൻ തന്നെ ചോദിക്കുന്ന കാര്യത്തിൽ എനിക്ക് എത്രമാത്രം വിശ്വാസം എനിക്ക് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പവറിൽ എത്രമാത്രം വിശ്വാസമുണ്ട്. നമ്മളെ തന്നെ നമ്മളുടെ ഒരു പെർസെപ്ഷനും ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തെ അളക്കാൻ നിൽക്കുന്നത്. ഞാൻ എന്തായാലും ഇങ്ങനത്തെ കാര്യം ചോദിക്കാം, കാര്യം അതേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വെച്ച് നടക്കുകയുള്ളൂ എന്നുള്ള രീതി. നമ്മൾ എപ്പോഴും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ലിമിറ്റ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. ഈ അതിർത്തികളെയൊക്കെ ഒന്ന് എൻലാർജ് ചെയ്യാനും കൂടെ ആണ് യാബേസ് പ്രാർത്ഥിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് അതിർത്തികളുണ്ട്. നമുക്ക് യാബേസിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അറിയില്ല, യാബേസിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിനെ പറ്റി അറിയില്ല. അപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ബൗണ്ടറികൾ, അതിർത്തികൾ, ഓപ്പർച്യൂണിറ്റീസ്, ഭൗതികമായ നന്മകളുണ്ട്. പക്ഷെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആന്തരികമായിട്ടുള്ള അതിർത്തി, പ്രാർത്ഥനയ്ക്ക് ലിമിറ്റേഷൻസ് വെക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ലിമിറ്റേഷൻസ് വെക്കാത്ത, പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യാശ വെക്കുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് വരാത്ത വണ്ണം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം, വൈഡർ ആയിട്ടുള്ള ഒരു വിശ്വാസം ജീവിതത്തിൽ വരാനായിട്ടുള്ള ഒരു ഇന്റേണൽ അതിർത്തിയും കൂടെയാണ് യാബേസ് ഈ പ്രാർത്ഥനയിൽ വൈഡൻ ചെയ്യാനായിട്ട്, അതിർത്തി ഒന്ന് വിസ്താരമാക്കാനായിട്ട് ദൈവത്തോട് പറയുന്നത്. അപ്പം ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതിർത്തികൾ, കൂടുതൽ സ്ഥലവും പണവും അല്ലെങ്കിൽ ഭൗതിക നന്മയുടെ വിസ്താരം ചോദിക്കുന്നതിന് മുന്നേ യാബേസിനറിയാം, യാബേസിന്റെ വിശ്വാസമാണ് ആദ്യം അതിർത്തി വലുതാവേണ്ടത്, അതിർത്തി വിസ്താരമാകേണ്ടത്. ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എനിക്ക് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ബൗണ്ടറി വിസ്താരമാക്കാൻ ദൈവത്തോട് പറയുക? അപ്പം ഒരു എക്സ്റ്റേണൽ ബൗണ്ടറിയുടെ എൻലാർജ്മെന്റിനേക്കാളും കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഇന്റേണൽ ബൗണ്ടറി, നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ പറയുന്നത്, ഇങ്ങനെ കണ്ണടച്ചങ്ങ് പ്രാർത്ഥിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത്. അവിടെയാണ് നമ്മളുടെ ഇന്റേണൽ ബൗണ്ടറി ക്ലോസ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നിടം വരെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കില്ല. കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെയുള്ള ഇന്റേണൽ ബൗണ്ടറീസ് നാരോ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇതിനെ ഒന്ന് എൻലാർജ് ചെയ്യാനായിട്ട്, വിശ്വാസം, നമ്മളുടെ ഉൾക്കണ്ണുകളെ തുറക്കാനായിട്ടുള്ള ഒരു ഇന്റേണൽ ബൗണ്ടറി വിസ്താരമാക്കാനായിട്ട് യാബേസിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മൾക്കും പഠിച്ച് നമ്മളുടെ പ്രാർത്ഥന അങ്ങനത്തെയാക്കാം. ആൻഡ് ഫൈനലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലൈൻ വരുന്നത്, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പേഴ്സണൽ ലൈഫിൽ പോലും പ്രാർത്ഥനയിൽ എനിക്ക് ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പിന്തുടരാൻ പറ്റുന്ന നല്ലൊരു മാതൃകയാണ് ലെറ്റ് യുവർ ഹാൻഡ് ബി വിത്ത് മീ. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. നമ്മൾ പല സ്ഥലങ്ങളിൽ ഇതിനെ പല രീതിയിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ടിരുന്നു കഴിഞ്ഞാൽ, പല സമയങ്ങളിലും ദൈവത്തിന്റെ ഹാൻഡിനെ പറ്റി ബൈബിളിൽ ഒടുനീളം പല സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തിന്റെ കരം നമ്മളോടുകൂടി ഇരിക്കുകയാണെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം? അതായത് വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരിക്കുന്ന സമയത്ത്
അത് എനിക്കൊന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈൻ ഈ എൻറ്റയർ പ്രയറിൽ അതാണ്. ദൈവത്തിന്റെ കരം നമ്മളോടുകൂടി ഇരിക്കുക. അനുകൂലമാവാൻ പറഞ്ഞിട്ടില്ല, അത് പിന്നെ വേറെ ബൈബിൾ ഭാഗങ്ങളിൽ നമ്മൾ അനുകൂലമായ കരം കാണുന്നുണ്ട്. പക്ഷേ അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മളോടുകൂടെ ഇരിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ we are asking for a supernatural presence of God. Let your hand be with me or on me is Jabez's way of asking for a supernatural presence of God with him, because he knows that without his presence, no matter what kind of blessings that we are asking for, it's not worth it. കരം ഇല്ലാണ്ട് അനുഗ്രഹം മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ കരം ഇല്ലാണ്ട് അനുഗ്രഹം മാത്രം കിട്ടിയാൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അത് നമുക്കൊരു ഭാരമായി തീരും. എന്നാൽ ദൈവത്തിന്റെ കരത്തിനോട് കൂടിയാണ് അനുഗ്രഹം കിട്ടുമ്പോഴാണ് അത് നമുക്ക് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. അത് കാരണം ഈ പ്രയറുകളിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രയറാണ് ദൈവത്തിന്റെ കരം അനുകൂലമായിട്ടുള്ളത് വേറെയാണ്. ദൈവത്തിന്റെ കരം യാബേസിനോട് ഇരിക്കാനായിട്ട് യാബേസ് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് ഫൈനലി keep me from harm so that I will be free from pain. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്തുള്ളതാണ്. എൻ്റെ കൂടെ ഇരുന്ന് ഞാനിപ്പോൾ അതിൻ്റെ മലയാളം വായിക്കാനാണെങ്കിൽ ഈ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. ഈ വ്യസന കാരണം, വ്യസനപുത്രൻ എന്നാണല്ലോ യാബേസിന്റെ അർത്ഥം. ഞാൻ തുടക്കത്തിൽ വ്യസനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. വ്യസനപുത്രൻ എന്നിട്ടാണ് യാബേസിന് പേരിട്ടേക്കുന്നത്. യാബേസിന്റെ പേരിന്റെ അർത്ഥം തന്നെ വ്യസനപുത്രൻ എന്നാണ്. ഇവിടെയാണ് ഇതുവരെയുള്ള ഇതുവരെയുള്ള യാബേസിന്റെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ദൈവത്തോട് യാബേസ് പ്രാർത്ഥിക്കുന്നത്. നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം. ഓൾറെഡി ലൈഫ് നമ്മുടെ മേൽ ഡിസൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്, നീ വ്യസനപുത്രനാണ്, നിനക്ക് വ്യസന കാരണം ഉണ്ട് ഓൾറെഡി. ഇവിടെയാണ് യാബേസ് ബോൾഡായിട്ട്, ഇവിടെയാണ് ഞാൻ ബോൾഡ് എന്നുള്ള ഒരു ഇന്റേണൽ പ്രയറിന്റെ ടെറിട്ടറി എൻലാർജ് ചെയ്തിട്ട് ബോൾഡായിട്ട് യാബേസ് പറയുകയാണ്, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം, വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാം. വളരെ ബോൾഡായിട്ട് ഇതുവരെയുള്ള എൻ്റെ പാസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് വ്യസന കാരണമാണ് എല്ലാം. ഇവിടെ ഒരു മിഡിൽ ലൈനിൽ എൻറ്റയർ ലെഗസിക്ക് വേണ്ടി എൻറ്റയർ പാസ്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് യാബേസ് ചോദിക്കുകയാണ്, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം. ബോൾഡായിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ലോകത്തിലുള്ള മനുഷ്യര് എൻ്റെ പാസ്റ്റ്, എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കുടുംബം, ഇവരൊക്കെ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് വ്യസന കാരണമാണെന്ന്. ദൈവത്തോട് യാബേസ് പറയുവാണ്, അനർത്ഥങ്ങൾ എന്തായാലും ജീവിതത്തിൽ വരും. അതിനകത്ത് ഐഡിയൽ ആയിട്ടൊരു ഫാന്റസി വേൾഡിൽ നിന്നിട്ടല്ല യാബേസ് പ്രാർത്ഥിക്കുന്നത്. അതായത് എനിക്ക് ഒരു അനർത്ഥവും വരരുതെന്ന്. അനർത്ഥം വരും, ജീവിതമാണെങ്കിൽ അതിനകത്ത് ഓളങ്ങളും പ്രയാസങ്ങളും അനർത്ഥമുണ്ട്. പക്ഷെ ഈ അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമായി തീരാതെ. കാര്യം യാബേസിന്റെ മണ്ടയിലുള്ള പ്രൊഫസി, അല്ലെങ്കിൽ യാബേസിന്റെ സ്വന്തം അമ്മ തന്നെ പറഞ്ഞേക്കുന്നത് നീ വ്യസനപുത്രനാണ്, നിനക്ക് എന്തായാലും വ്യസനം വരും. യാബേസ് ചോദിച്ചേക്കുന്നത് ഈ അനർത്ഥങ്ങളൊന്നും എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്കാണ് കൊള്ളാമായിരുന്നു. ഇത് ദൈവത്തോട് പിടിച്ചു വരച്ച് ഞാൻ ഒരു ജക്സ്റ്റപൊസിഷൻ ആണ്. ഓൾറെഡി ബോൾഡ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ചെയ്യുമെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ ഹിതവുമാണെന്ന് അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തു തന്നാമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് ഈ പ്രാർത്ഥന തീരുന്നത്. എന്ന് അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എനിക്ക് തോന്നി പ്രാർത്ഥനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ പാസ്റ്റ് എന്താണോ, തൻ്റെ പേരിന്റെ മണ്ടയിൽ നിൽക്കുന്നത് എന്താണ്, തന്നെ പറ്റി ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്വന്തം അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് ഈ പാസ്റ്റ് യാബേസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് അത് യാബേസിന്റെ ഐഡന്റിറ്റി ആയി മാറാൻ യാബേസ് സമ്മതിച്ചില്ല. യാബേസിന് മനസ്സിലായത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരം യാബേസിന്റെ കൂടെ ഉണ്ടെങ്കിൽ യാബേസിന് പുതിയ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് യാബേസ് വിശ്വസിച്ചു. ആ ഇന്റേണൽ ടെറിട്ടറിയാണ് അവിടെ ബോൾഡ് ആയിട്ട് ഒരു പ്രാർത്ഥനയിലൂടെ വരുന്നത്. പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഓൾറെഡി ആൾക്കാർ തന്നെ തീരുമാനിച്ചു വെച്ചേക്കുക, നീ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ യാബേസ് വളരെ ബോൾഡായിട്ട് ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഫ്യൂച്ചർ ബ്ലഡ് ലൈൻ, എന്റെ ഫ്യൂച്ചർ ലെഗസി മാറ്റാൻ കഴിയുമെന്ന് യാബേസ് വിശ്വസിച്ചു. യാബേസ് പ്രാർത്ഥിച്ചു, ദൈവം അവനത് നൽകി എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു യാബേസിന് ദൈവം അത് നൽകി എന്ന്, ഗ്രാന്റഡ് ഹിസ് റിക്വസ്റ്റ് നോട്ട് ബിക്കോസ് ഹി ഡിസേർവ്സ് ഇറ്റ്. പല സമയങ്ങളും ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നത് നമ്മളത് അർഹിക്കുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷേ
വളരെ ബോൾഡായിട്ട് വിശ്വാസം വെച്ച് പ്രത്യാശ വെച്ചിട്ടുള്ള ട്രസ്റ്റ് വെച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്കാണ് ദൈവം അവിടെ മറുപടി കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയിൽ തന്നെ വിശ്വാസം വളരെ പ്രകടമാണ്. അങ്ങനെയാണ് ദൈവം പെട്ടെന്ന് അതിന് മറുപടി കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രസംഗമായിട്ട് എനിക്ക് തന്നെ തോന്നുന്നു തീർക്കുന്ന സമയത്ത്. കാര്യം യാബേസിന്റെ പ്രെയർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ ആണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരുന്ന് അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമാകാതെ കൊണ്ട് നമ്മളെ കാക്കുവാനായിട്ട് പവർഫുള്ളായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം 100% നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് യാബേസിന്റെ ജീവിതത്തിലൂടെ കണ്ടത്. പിന്നെ യാബേസിനെ ആരും ബൈബിളിൽ കണ്ടിട്ടില്ല. ഇതിനു മുന്നേ യാബേസിനെ ആരും ബൈബിളിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ യാബേസിന്റെ ജീവിതം ഒരു ഐഡന്റിറ്റി, ഒരു പർട്ടിക്കുലർ ലേബലിൽ തുടങ്ങിയെങ്കിലും, വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും നമ്മൾ തീരുന്നത് കാണുന്നില്ല ബൈബിളിൽ. ദൈവം റിക്വസ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ആ ജീവിതം അവസാനിക്കുന്നത് ആ ലേബലിലോ ആ ഐഡന്റിറ്റിയിലോ അല്ല. ഇതൊക്കെ മാറ്റിമറിച്ചത് വളരെ ബോൾഡായിട്ടുള്ള വിശ്വാസത്തോടുള്ള, പ്രത്യാശയോടുള്ള, ദൈവത്തോടുള്ള ഒരു വിശ്വാസം മൂലമുള്ള ഒരു പ്രാർത്ഥനയിലാണ് യാബേസിന്റെ ജീവിതം മുഴുവനായിട്ട് മാറി മറിയുന്നത്. അപ്പോൾ വളരെ കുറച്ച് 1.5 ആഴ്ചകളിലൂടെ ഉള്ളൂ നമുക്കിനി നോയമ്പ് തീരാനായിട്ട്. ഈസ്റ്ററിലേക്കൊക്കെ കടക്കുന്ന സമയത്ത്, പുതുഞാറാഴ്ചകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട്, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ കരം നമ്മുടെ ജീവിതത്തിന്റെ മേൽ ഉണ്ടാകുവാനായിട്ട് ഈ ആഴ്ചകളിൽ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ഉള്ള പ്രാർത്ഥന, ഇതുപോലത്തെ യാബേസിനെ പോലെയുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള പ്രാർത്ഥന, നമ്മുടെ പാസ്റ്റ് എന്തായിക്കോട്ടെ, നമ്മുടെ ലെഗസി എന്തായിക്കോട്ടെ, ഫാമിലി എന്തായിക്കോട്ടെ, ആളുകൾ നമ്മളെ പറ്റി പറയുന്നത് എന്തായിക്കോട്ടെ, ഇതൊക്കെ മാറ്റുവാനായിട്ട് നമ്മളുടെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്തിനും ഒരു പ്രാർത്ഥനയ്ക്കും കഴിയും. അങ്ങനത്തെ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അടുത്ത ഒരു വീഡിയോയിലൂടെ എല്ലാവരും കാണുന്നത് വരെയും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.